പ്രണയ സാഫല്യം. രചന ആസിയ പൊന്നൂസ്. അവതരണം സാലിം കരുളായി. വരലക്ഷ്മി ആലോചനയിലാണ് മീരയെ എങ്ങനെ തറവാട്ടിലെത്തിക്കുമെന്ന്. മഹിയോടെല്ലാം പറയണോ വേണ്ടിയോ എന്ന് അവൾ ഒരുപാട് ആലോചിച്ച് നോക്കി. എന്നാൽ തനിക്കൊരു മകളുണ്ടെന്ന് അറിയുമ്പോൾ മഹി ഒരുപാട് സന്തോഷിച്ചേക്കാം. പക്ഷേ അവൾക്ക് സംഭവിച്ചതൊക്കെ അറിയുമ്പോൾ, അവൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനയെ അറിയുമ്പോൾ ആ അച്ഛൻ്റെ സന്തോഷം മുഴുവൻ നഷ്ടാവില്ലേ? മകളെ ഓർത്ത് ആ ഹൃദയം വേദനിക്കില്ലേ? ഒരിക്കൽ താനായ ആ ഹൃദയം ഒരുപാട് വേദനിപ്പിച്ചതാണ്. ആ കുറ്റബോധം എന്നും വിട്ടുമാറിയിട്ടില്ല. ഇനിയുള്ള കാലം മഹിയുടെ സന്തോഷമാണ് ലക്ഷ്മി ആഗ്രഹിക്കുന്നത്. മകളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ മഹിയുടെ ഇപ്പോഴത്തെ സങ്കടങ്ങളെല്ലാം മാറിയേക്കാം. പക്ഷേ കൂടുതൽ അറിയുമ്പോൾ അതിൻ്റെ ഇരട്ടി വേദനിക്കില്ലേ? മകളുടെ ഭാവി ഓർത്ത് തീ തിന്നേണ്ടി വരില്ലേ? ഇങ്ങനെയുള്ള ചിന്തകളാണ് വരലക്ഷ്മിയുടെ മനസ്സിൽ മുന്നിട്ട് നിന്നത്. അവരാഗ്രഹിച്ചത് മറ്റൊന്നാണ്. മീരയുടെ പുഞ്ചിരി, സന്തോഷം, കളിച്ചിരികൾ ഒക്കെ അവൾക്ക് നൽകണം. ഇനി ഒരിക്കലും അവൾ അവളുടെ ഭൂതകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കാനുള്ള ഇടയുണ്ടാവരുത്. ആ മോളുടെ സന്തോഷമാണ് ആ നിമിഷം മുതൽ വരലക്ഷ്മി ആഗ്രഹിച്ചത്. എപ്പോഴൊക്കെയോ മഹിയേട്ടനെ കുഞ്ഞിനെ അവൾ സ്വന്തം കുഞ്ഞായി കരുതി തുടങ്ങിയിരുന്നു. സ്വന്തം കുഞ്ഞെന്ന സ്വാർത്ഥത തോന്നി തുടങ്ങി. ആ സ്വാർത്ഥതയിൽ അവളെ തറവാട്ടിലെത്തിക്കാനുള്ള വഴികൾക്കായി പല ദിശകളിലും ചിന്തകൾ സഞ്ചരിച്ചു. ഒടുവിൽ മനസ്സിലേക്ക് ഒരു ആശയവും കടന്നു വന്നു. ധ്രുവന്റെ ഭാര്യയായി മീരയെ എന്തുകൊണ്ട് ഇവിടേക്ക് കൊണ്ടുവന്നുകൂടാ? വിശ്വസിച്ച് മീരയെ ഏൽപ്പിക്കാൻ ഇതിലും സുരക്ഷിതമായ കാര്യങ്ങൾ വേറെയില്ലെന്ന് വരലക്ഷ്മിക്ക് തോന്നി. ചേട്ടൻ്റെ മകനാണെങ്കിലും മക്കളില്ലാത്ത വരലക്ഷ്മിക്ക് സ്വന്തം മകനെ പോലെയാണ് ധ്രുവൻ. ദിയയും അതുപോലെ തന്നെ. അതുകൊണ്ട് തന്നെ അവരുടെ കാര്യത്തിൽ വരലക്ഷ്മിക്ക് നല്ല ഉറപ്പാണ്. ധ്രുവൻ യോഗ്യനാണ്. ആര് കണ്ടാലും അവനെ പറ്റി മോശം പറയില്ല. സ്വഭാവം നല്ലതാണ്. ഓരോന്നോർക്കവേ വരലക്ഷ്മിയുടെ ചുണ്ടിൽ പുഞ്ചിരി നിറഞ്ഞു. അടുത്ത നിമിഷം ആ പുഞ്ചിരി കെട്ടു. അതിൽ ചിന്തിക്കാതെ പോയൊരു വശം ഉണ്ടായിരുന്നു. ധ്രുവന്റെ ഇഷ്ടം, സമ്മതം. എന്തൊക്കെ പറഞ്ഞാലും മീര ഒരു രണ്ടാം കെട്ടുകാരിയാണ്. ധ്രുവൻ ഒരു അവിവാഹിതനും. മീരയുടെ ജീവിതം അടുത്തുനിന്ന് അറിഞ്ഞവനാണ് ധ്രുവൻ. അവൾക്ക് സംഭവിച്ചതെല്ലാം അറിയുന്നവൻ. ഒരുപക്ഷെ അവൻ സമ്മതിച്ചേക്കാം. അതൊരു സഹതാപത്തിന് പുറത്തായേക്കാം. അല്ലെങ്കിൽ എന്നോടുള്ള ഇഷ്ടം പോകും. മറ്റൊരു മഹാദേവനും വരലക്ഷ്മിയുമായി അവർ മാറുമോ എന്നവർ ഭയന്നു. ധ്രുവനുണ്ടാവില്ലേ സ്വപ്നങ്ങൾ? ആ സ്വപ്നങ്ങളൊക്കെ ഇല്ലാതാക്കാൻ തനിക്ക് സാധിക്കുമോ? മഹിയേട്ടൻ്റെ കുഞ്ഞിന് വേണ്ടി ധ്രുവന്റെ ജീവിതം നശിപ്പിക്കേണ്ടി വരില്ലേ എന്നുള്ള അനേകായിരം ആശങ്കകൾ ആ ആശയത്തിന് പിന്നാലെ മനസ്സിനലട്ടി. അതോടെ ആ ആലോചന അവർ വിട്ടു. എങ്കിലും അവനോട് അതൊന്ന് സൂചിപ്പിക്കണമെന്ന് വരലക്ഷ്മി ഓർത്തു. അപ്പോഴേക്കും ധ്രുവനും അച്ഛനും വരുന്നത് ബാൽക്കണിയിൽ നിന്നും അവർ കണ്ടു. കേസൊക്കെ ഒഴിവാക്കി വിട്ടെന്നും അത് പറഞ്ഞായിരുന്നു. എങ്കിലും മറ്റു വിവരങ്ങൾ അറിയാൻ വരലക്ഷ്മി വേഗം തിരിഞ്ഞു നടന്നു. ആ, നിങ്ങളെത്തിയോ? അച്ഛനെയും മോനെ ഇപ്പോൾ കാണാറില്ലല്ലോ. ഞാൻ അറിയാതെ രണ്ടുപേരും കൂടി എന്തെങ്കിലും സൈഡ് ബിസിനസ് നടത്തുന്നുണ്ടോ? മഹി ആളിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അവരെ കണ്ടപാട് അയാൾ ചോദിച്ചു. അതെന്ത് ചോദ്യാ മഹി? ദിയമോളുടെ നിശ്ചയം അടുത്ത് വരുമല്ലേ? ആളുകളൊക്കെ വിളിച്ചു തുടങ്ങേണ്ടേ? മീനാക്ഷി അമ്മ ചോദിക്കുന്നത് കേട്ട് മഹി പുഞ്ചിരിച്ചു. വിശ്വൻ ആശ്വാസത്തോടെ അകത്തേക്ക് വന്നിരുന്നു. അപ്പോഴേക്കും വരലക്ഷ്മിയും അവിടേക്ക് ഓടിയെത്തി. എൻഗേജ്മെന്റ് അടുത്തല്ലേ വിശ? ദിയയുടെ ഷോപ്പിംഗ് ഒന്നും ആയില്ലല്ലോ? മഹി ചോദിച്ചു. ആ, നാളെയോ മറ്റന്നാളായി അതൊക്കെ ചെയ്യാളിയാ, വിഷൻ പറഞ്ഞു. ദിയയുടെ കാര്യം അങ്ങനെ ശരിയായി. ഇനി ഇവനെങ്ങനെ വെച്ചോണ്ടിരിക്കണോ വിശ്വ? മീനാക്ഷി അമ്മ ധ്രുവനെ ചൂണ്ടിയാണ് അത് ചോദിച്ചത്. ധ്രുവൻ അത് കേട്ടപ്പോൾ മീനാക്ഷി അമ്മയെ ഒന്ന് നോക്കി. നീ എന്താടാ ഇങ്ങനെ നോക്കുന്നേ? വല്ല ചുറ്റിക്കളി ഉണ്ടോടാ? അവന്റെ നോട്ടം കണ്ട് മീനാക്ഷി അമ്മ ചോദിച്ചു. ചുറ്റിക്കളിയോ? ഈ അമ്മക്ക് ഇതെന്താ? എനിക്കൊരു ചുറ്റിക്കളിയില്ല. ദിയയുടെ എൻഗേജ്മെന്റ് ആവുന്നതേ ഉള്ളൂ. അവളുടെ വിവാഹം ആദ്യം നടക്കട്ടെ, എന്നിട്ട് മതി എൻ്റേത്. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവനെയെങ്കിലും അവൻ്റെ ഇഷ്ടത്തിന് വിട് നിങ്ങള്. ധ്രുവ, ഇവരൊക്കെ പലതും പറയും. നീ നിനക്കിഷ്ടപ്പെടുന്നത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നിന്റെ ജീവിതം പോകും. എന്നെ തന്നെ നീ ഇപ്പോൾ കണ്ടില്ലേ? മഹി അവനെ ഉപദേശിച്ചുകൊണ്ട് അവിടുന്ന് എഴുന്നേറ്റ് പോയി. വരലക്ഷ്മിക്ക് സങ്കടം തോന്നിയെങ്കിലും പുറമെ ചിരിച്ചു നിന്നു. അതോടെ മനസ്സിൽ തോന്നിയ ആ ആശയത്തെ വരലക്ഷ്മി പൂർണ്ണമായി എടുത്തു കളഞ്ഞു. വെറും 5 മിനിറ്റ്, അതിൽ കൂടുതൽ എടുക്കരുത്, ഹരിയോട് പറഞ്ഞുകൊണ്ട് ആ പോലീസ് ഉദ്യോഗസ്ഥൻ അവിടുന്ന് തിരിഞ്ഞു നടന്നു. ഹരി അഴിയിൽ പിടിച്ച് വിസിറ്റേഴ്സ് ഏരിയയിലേക്ക് നോക്കി. ഒരു വിസിറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. ആരാണെന്ന് അറിയില്ല. അവന് നേരെ പുറംതിരിഞ്ഞ് നിൽക്കുന്ന ആ വ്യക്തി തൻ്റെ അച്ഛനാണെന്ന് മനസ്സിലാക്കാൻ അവനധികം സമയം വേണ്ടി വന്നില്ല. അച്ഛനെ കണ്ടപ്പോൾ അവനാകെ വല്ലാതെയായി. അവന് നേരെ തിരിഞ്ഞ് വേദനയോടെയുള്ള അച്ഛൻ്റെ നോട്ടമാണ് അതിലേറെ അവനെ തളർത്തിയത്. ഹരി, ദേവന്റെ തൊണ്ടയിടറി. അച്ഛാ. അവന് സങ്കടം തോന്നി. ഹരിക്ക് അച്ഛന് ജീവനാണ്. ആ അച്ഛൻ വേദനിക്കുന്നത് അവൻ സഹിക്കാവുന്നതിലപ്പുറമാണ്. അച്ഛ, വിഷമിക്കില്ല അച്ഛ, എനിക്കൊന്നുമില്ല. അവൻ അച്ഛൻ്റെ കയ്യിൽ കടന്നു പിടിച്ചു.
എന്തൊക്കെയാ ഹരി നിന്നെപ്പറ്റി കേൾക്കുന്നത്? ഇങ്ങനെയാണോ ഞാൻ നിന്നെ വളർത്തിയത്? അയാളുടെ നെഞ്ചു നീറി. ക്ഷമിക്കച്ച, ഇങ്ങനെ നാം ഒന്ന് കരുതിയില്ല ഞാൻ. എന്തോ ഒരു വിവാഹത്തിനോട് പൊരുത്തപ്പെടാൻ എനിക്ക് പറ്റിയില്ല. അച്ഛനെ സങ്കടപ്പെടുത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാ വിവാഹത്തിന് സമ്മതിച്ചത്. പിന്നെ എൻ്റെ ചോരയിലൊരു കുഞ്ഞു വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അച്ഛനും അത് ആഗ്രഹിച്ചിരുന്നില്ലേ? ഹരിദേവൻ ഉറ്റുനോക്കി. മറുപടി കണ്ണുനീരായിരുന്നു. അതുകൊണ്ട് അവന് വല്ലായ്മ തോന്നി. അമിതമായ ടെൻഷനും വിഷമവും പാടില്ലെന്നാണ് നിശാന്തിൻ്റെ നിർദ്ദേശം. അവന് ഭയം തോന്നി. ഈ ലോകത്ത് തനിക്ക് ആകെയുള്ള അച്ഛനാണ്. കരയില്ല അച്ഛാ, ഒരു കുഞ്ഞിനെ അത്രയ്ക്ക് ആഗ്രഹിച്ചു പോയി. അതിനുവേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. ഇങ്ങനെയൊക്കെയാവുമെന്ന് ഞാൻ അറിഞ്ഞില്ല അച്ഛാ. മീരയോട് ചെയ്തതൊക്കെ തെറ്റാണ്. അത് തിരുത്താൻ ഞാൻ തയ്യാറാണ്. മാപ്പ് തരാൻ അവൾ തയ്യാറാണെങ്കിൽ പുതിയൊരു മനുഷ്യനാവാൻ ഞാൻ ഒരുക്കാണ്. അവൻ്റെ വാക്കുകൾ കേട്ട് ദേവന് ആശ്വാസം തോന്നി. പക്ഷേ മീരതിന് തയ്യാറല്ല അച്ഛാ. കോടതിയിൽ കുറ്റം തെളിഞ്ഞാൽ കോടതി എന്നെ ശിക്ഷിക്കും, ഡിവോഴ്സ് അനുഭവിച്ച് കൊടുക്കും. ചെയ്ത തെറ്റിന് പ്രായച്ചിത്തം ചെയ്യാനുള്ള അവസരം പോലും ഈശ്വരൻ തന്നില്ലല്ലോ അച്ഛാ. ഹരിയുടെ കണ്ണു നിറഞ്ഞു. ദേവൻ അഴിക്കടിയിലൂടെ ഹരിയുടെ കയ്യിലും മുറുകെ പിടിച്ചു. ഇത് മതി മോനെ. തെറ്റ് മനസ്സിലാക്കി അത് തിരുത്താനുള്ള ഈ മനസ്സ് മാത്രം മതി ഹരി. അച്ഛൻ സംസാരിക്കാം മീരയോട്. തെറ്റ് പറ്റാത്ത മനുഷ്യരില്ലടോ. അത് ക്ഷമിക്കുന്നവൻ ദൈവതുല്യനാണ്. മീരയ്ക്ക് ക്ഷമിക്കാൻ കഴിയും. എൻ്റെ മനസ്സങ്ങനെ പറയുന്നു. ദേവന് പ്രതീക്ഷ തോന്നി. ഇല്ലച്ച, മീര ക്ഷമിക്കുമെന്ന് തോന്നില്ല. ക്ഷമിക്കാനാവുന്നല്ലോ ഞാൻ അവളോട് ചെയ്തു കൂട്ടിയത്. ഹരി പറഞ്ഞു. നമുക്ക് എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞ് സമാധാനം ഉണ്ടാക്കാം. നീ വിഷമിക്കണ്ട ഹരി. അച്ഛൻ സംസാരിക്കാൻ അവളോട് കേട്ടോ. അവൻ്റെ കവളിൽ തട്ടി അദ്ദേഹം ധൃതിയിൽ തിരിഞ്ഞു നടന്നു. അച്ഛൻ കണ്ണിൽ നിന്നും മറഞ്ഞതും ഹരിയുടെ മുഖത്ത് ഗൂഢമായൊരു ഭാവം നിറഞ്ഞു. ശ്രീ നേരെ പോയത് അവൻ്റെ വീട്ടിലേക്കാണ്. വഴിനീളെ അത്രയും ചിന്തിച്ചത് മീരയെ പറ്റിയായിരുന്നു. ഓരോന്നോർക്കുമ്പോൾ അവന് സമനില തെറ്റും പോലെ തോന്നി. അവൻ്റെ പ്രണയം സത്യമായിരുന്നു. ആ പ്രണയത്തെ മുതലെടുത്ത് നീള തന്നെ ചതിക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ അവന് സഹിക്കാനായില്ല. കുറഞ്ഞ കാലയളവിൽ ശാരീരികമായും മാനസികമായും നിലയുമായി ഒരുപാട് അടുത്തു പോയിരുന്നവന് പെട്ടെന്ന് അവൾ ചതിക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ തകർന്നു പോയവന്. അതിനേക്കാൾ അവനെ തളർത്തിയത് മീരയുടെ അവസ്ഥയാണ്. അവളുടെ ജീവിതം തട്ടിയെടുത്തിട്ടും വീണ്ടും വീണ്ടും അവളോട് നിളയും അച്ഛനും ക്രൂരതയാണ് ചെയ്തത്. അതിൽ നിന്നും മനസ്സിലാക്കാം എത്രമാത്രം ക്രൂരയാണ് അവളെന്ന്. മറ്റുള്ളവരുടെ പേരിൽ യാതൊരു കുറ്റബോധവും ഇല്ലാതെ ഇത്രയും നാൾ തനിക്കൊപ്പം ജീവിച്ചു തോർത്ത് അവൻ അറപ്പ് തോന്നി. ഓരോന്നോർത്ത് വീടെത്തിയതുപോലും അറിഞ്ഞില്ല. വീട്ടിലെത്തിയപ്പോൾ ഡോറ് തുറന്ന് കിടപ്പുണ്ട്. അവന് മുഖം അമർത്തി തുറച്ച് അകത്തേക്ക് കയറി. അമ്മ കിച്ചണിലാണെന്ന് അറിയാവുന്നത് കൊണ്ട് അവിടേക്ക് തന്നെ നടന്നു. അവിടെ മുട്ടിൽ കുഴമ്പ് പുരട്ടി എരിവ് വലിച്ചിരിക്കുന്ന അമ്മയെ കണ്ടപ്പോൾ അവന് നെഞ്ചിലൊരു ഭാരം തോന്നി. ഈ വേദന വെച്ചാണ് നിലയ്ക്ക് വേണ്ടി ഓടി ഓടി ഓരോന്ന് ചെയ്തു കൊടുത്തിരുന്നത്. അവളുടെ വാക്ക് കേട്ട് അമ്മയെ അവഗണിച്ചിട്ടേ ഉള്ളൂ. എല്ലാം ഓർക്കും അവൻ പൊട്ടിക്കരഞ്ഞു പോയി. പെട്ടെന്ന് ആ കരച്ചിൽ കേട്ട് ഞെട്ടി അമ്മ അവൻ നിന്ന ഭാഗത്തേക്ക് നോക്കി. ശ്രീകുട്ട, നീ എപ്പോ വന്നു? അവൻ അമ്പരപ്പോടെ തിരക്കി. അവനെ ഏങ്ങിക്കരഞ്ഞുകൊണ്ട് ആ അമ്മയുടെ കാൽക്കല്ലേക്ക് വീണു. ശ്രീകുട്ട! കുഴമ്പ് മാറ്റിവെച്ച് അവരവൻ്റെ മുഖം പിടിച്ചു ഉയർത്തി. മുട്ടുവേദന കലശലായതുകൊണ്ട് പെട്ടെന്ന് എണീക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് മുട്ടുകുത്തി കാൽക്കൽ വീണവൻ ഇരുന്നു കൊണ്ട് തന്നെ അവർ പിടിച്ചത്. എന്താ നിനക്ക്? അവൻ്റെ കണ്ണിൽ നിന്നും മടന്ന് വീഴുന്ന മെഴുനീർ തുടച്ചു നീക്കി ആ അമ്മ തിരക്കി. എന്നോട് ക്ഷമിക്കാമേ. അവൻ ആ കൈകൾ പൊതിഞ്ഞു പിടിച്ചുകൊണ്ടേങ്ങി. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കരയുകയാണവൻ. ലക്ഷ്മി അമ്മക്ക് സങ്കടവും ആദിയും ഒരുപോലെ വന്നു. മകന്റെ സങ്കടത്തിന് കാരണം അറിയില്ലല്ലോ. ശ്രീകുട്ട, നീ കരയാതെ കാര്യം പറയേ. എന്താടാ? അവന്റെ തോളിൽ കൈവച്ചുകൊണ്ട് അവർ ചോദിച്ചു. ചതിച്ചതാമ്മ, എല്ലാരും കൂടി എന്നെ ചതിച്ചു. അവൻ തലക്ക് താങ്ങ് കൊടുത്ത് നിലത്തേക്കിരുന്നു. കണ്ണുനീർ നിർത്താതെ ഒഴുകുന്നുണ്ട്. അമ്മയുടെ പുരുകം സംശയത്താൽ ചുളിഞ്ഞു പോയി. ചതിക്കേ? ആര്? നീ എന്തൊക്കെ ഈ പറയുന്നേ? അവർക്കൊന്നും മനസ്സിലായില്ല. ശ്രീ ഒരു ഏങ്ങിക്കരച്ചിലോടെ അവന്റെ മനസ്സിലെ ഭാരം അമ്മക്ക് മുന്നിൽ ഇറക്കി വെച്ചു. ലക്ഷ്മി അമ്മ എല്ലാം കേട്ട് ദീർഘമായി നിശ്വസിച്ചു. ഒന്നും മിണ്ടിയില്ല. അല്ലെങ്കിൽ എന്ത് മിണ്ടാനാണ്? എനിക്കല്ലേ അറിയാത്തുള്ളൂ. മീരയ്ക്ക് അറിയാമായിരുന്നില്ലേ എല്ലാം? അവരെന്നെ ചതിക്കുകയാണെന്ന് അവൾക്ക് അറിയാവുന്നതല്ലേ? വിവാഹ മണ്ഡപത്തിൽ വെച്ചെങ്കിൽ ഒരു വാക്ക് പറയാമായിരുന്നില്ല അവൾക്ക് എന്നോട്? അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നിലക്ക് കെട്ടി ആ താലി ഇന്ന് മീരയുടെ കഴുതി കിടന്നേനെ. ഞാനും അമ്മയും മീരയും ഈ വീട്ടിൽ എത്ര സന്തോഷത്തോടെ ജീവിക്കുമായിരുന്നു. ഒരു വാക്ക് അവൾ പറഞ്ഞിരുന്നെങ്കിൽ. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവൻ പദം പറഞ്ഞ് കരഞ്ഞു. പറഞ്ഞിരുന്നെങ്കിൽ നീ അത് വിശ്വസിക്കുമായിരുന്നോ? അത്രയും നേരം മിണ്ടാതിരുന്ന ലക്ഷ്മി അമ്മ ചോദിച്ചു. മറുപടി ഉണ്ടായിരുന്നില്ല അവന്. നീ തന്നെ ഇപ്പൊ പറഞ്ഞു. നിലയും അച്ഛനും ഓരോന്ന് പറഞ്ഞപ്പോ ആ പേരിൽ അവളെ തെറ്റിദ്ധരിച്ചു എന്ന്.
അവളോട് അറപ്പും വെറുപ്പും തോന്നിയെന്ന്. ഞാൻ ഒരുപാട് തലപോകിച്ചതാ. മീരയോട് നിനക്ക് എന്താ ഇത്ര വിരോധമെന്ന്, അതിന് മാത്രം എന്താ ഉണ്ടായതെന്ന്. ഒന്നുമില്ലേലും നിങ്ങൾ നല്ല കൂട്ടല്ലായിരുന്നോ? ഇന്നോ ഇന്നലെയോ മുതൽ അല്ല ശ്രീകുട്ട, ഓർമ്മ വെച്ച കാലം മുതൽ നിന്റെ കൂടെ നടന്നവളാ മീര. നിനക്ക് നന്നായി അറിയാവുന്നവള്. എന്നിട്ട് നിളയുടെ വാക്ക് കേട്ട് മീരയെ വെറുക്കാൻ നിനക്ക് തോന്നിയില്ലേ? അവളും ചിന്തിച്ചു കാണും നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. ലക്ഷ്മി അമ്മ പറഞ്ഞു. അവൻ്റെ ശിരസ് കുനിഞ്ഞു. കുറച്ചു നേരം അവനൊന്നും മിണ്ടിയില്ല. എനിക്ക് സംശയം തോന്നിയതാ അമ്മേ. എഴുത്തിലുണ്ടായിരുന്ന സ്വഭാവം നിലയുടെ സ്വഭാവം ഒട്ടും മാച്ച് ആവത്ത് തോർത്ത് എനിക്കൊരു സംശയം തോന്നിയതാ. പക്ഷെ എന്തൊക്കെയോ കാരണങ്ങൾ സ്വയം കണ്ടെത്തി ഞാൻ അവളെ ന്യായീകരിച്ചു. എന്തോ ഒരുപാട് സ്നേഹിച്ചു പോയി ഞാൻ ആ സമയം കൊണ്ട്. അമ്മയെ ഒരു സെർവന്റെ പോലെ അവൾ കണ്ടത്, വളരെ മോശമായി പെരുമാറിയത്. എന്നിട്ടും ഒരക്ഷരം പ്രതികരിക്കാതെ ഒരു നോക്കുകുത്തിയെ പോലെ നിന്നു. അവിടെയും ഞാൻ അവളുടെ സന്തോഷങ്ങൾക്ക് പ്രാധാന്യം നൽകി. അമ്മയുടെ സങ്കടമോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഞാൻ കണ്ടില്ല. നമ്മൾ എങ്ങനെ ആയിരുന്നു അമ്മ? നമ്മൾ നല്ല ഫ്രണ്ട്സ് അല്ലായിരുന്നോ? അവൾ വന്നതിൽ പിന്നെയാ നമുക്കിടയിൽ അകൽച്ച വന്നത്. ശ്രീ വല്ലായ്മയോടെ പറഞ്ഞു. ലക്ഷ്മി അമ്മ ചിരിച്ചു. ശ്രീകുട്ട, പടി അവളുടെ തലയിലേക്ക് മാത്രം ചുമത്തണ്ട. ലക്ഷ്മി അമ്മ നിശ്വസിച്ചു. മൂന്നാമതൊരാൾ നമുക്കിടയിലേക്ക് വന്നാൽ തീരാവുന്ന സ്നേഹം അടുപ്പമേ എൻ്റെ മകൻ എന്നോടുള്ളൂ. ലക്ഷ്മി അമ്മ ചിരിച്ചു. ആ ചിരി കണ്ട് അവന് കരച്ചിലാണ് വന്നത്. അമ്മക്ക് പ്രായം കൂടി വരികയാണ്. അമ്മയെ പൊന്നുപോലെ നോക്കിയില്ലെങ്കിലും ദ്രോഹിക്കരുതെന്ന് നിലയോട് പറയാൻ തൻ്റെ നാവ് പൊന്തിയില്ലല്ലോ. കൺമുന്നിൽ വെച്ചാണ് അവളുടെ മുറിയും ഉടുത്ത വസ്ത്രങ്ങളും വൃത്തിയാക്കുന്നത്. അലക്ക് തേച്ച് അവളുടെ അലമാരയിൽ കൊണ്ടുവെക്കണം. ആഹാരക്കാര്യവും അങ്ങനെയൊക്കെ തന്നെ. ഉപദേശിച്ചപ്പോൾ സ്വന്തം അമ്മയെപ്പോലെ കണ്ടതുകൊണ്ടാണെന്ന് പറഞ്ഞ് അവനെ നാവടപ്പിച്ചു. അതിൽ പിന്നെ അവനൊന്നും പറയാറില്ല. അടുത്ത ദിവസങ്ങളിൽ ചെറിയ തർക്കങ്ങൾ അവർ തമ്മിൽ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ സ്ത്രീ നിന്നത് നിളക്കൊപ്പവും. അമ്മയെ ശകാരിക്കാൻ അവന് എളുപ്പവുമാണ്. അതോടെയാണ് നിലയുടെ കാര്യങ്ങൾ ലക്ഷ്മിയമ്മ ശ്രദ്ധിക്കാതെയായത്. അതിനും അവൾ സ്ത്രീയുടെ ചെവി കടിച്ചു. അമ്മയുടെ കാൽക്കലിരിക്കുമ്പോൾ അതൊക്കെ അവന് ഓർമ്മ വന്നു. മുൻപൊക്കെ അമ്മയെ സഹായിക്കാറുണ്ട്. ഇപ്പം നിലയുടെ സന്തോഷത്തിന് വേണ്ടി പരക്കം പായുന്ന തിരക്കിൽ അതിനൊന്നും അവന് സമയം കിട്ടാതെയായി. അമ്മേ, ഞാൻ ഇനി അമ്മയെ സങ്കടപ്പെടുത്തില്ല ഒരിക്കലും. പഴയ പോലെ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം. എന്നെ വെറുക്കല്ല അമ്മേ. ശ്രീ അവരുടെ മുട്ടിൽ മുഖം ചേർത്ത് കരഞ്ഞു. എന്താടാ വെറുക്കേ? ഏതമ്മക്കാടാ മക്കളെ വെറുക്കാൻ പറ്റുക? സങ്കടം തോന്നിയെന്നുള്ളത് ശരിയാ, പക്ഷെ വെറുത്തിട്ടില്ല, ശാപിച്ചിട്ടുമില്ല. പുഞ്ചിരിയോട് അവൻ്റെ തലയിൽ തലോടുന്നുണ്ടെങ്കിലും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അവരുടെ. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന അമ്മേ, അവൻ അമ്മയുടെ മടിയിൽ തലചായ്ച്ചുകൊണ്ട് പറഞ്ഞു. ശ്രീകുട്ട, മീരയെ മനസ്സിലാക്കിയില്ല എന്നതൊഴിച്ചാ നീ ആരെയും ചതിച്ചിട്ടില്ല. പിന്നെ നീ എന്തിനാ അങ്ങനെ സങ്കടപ്പെടുന്നേ? ലക്ഷ്മി അമ്മ ചോദിച്ചു. ഞാൻ അവളെ സ്നേഹിച്ചു പോയമ്മ. ഒരുപാട് അടുത്ത് പോയി. അവൾ ചതിച്ചെന്നറിഞ്ഞപ്പോൾ എനിക്ക്. അവൻ്റെ തൊണ്ടയിടറി, കണ്ണുകൾ നിർത്താതെ ഒരുങ്ങി. ഒന്ന് നിർത്തട ചെറുക്ക, കൊച്ചു പിള്ളാരെ പോലെ എണീറ്റേ നീ ഇവിടെ ഇരിക്ക്. അവരവനെ നിലത്തിൽ നിന്ന് എണീപ്പിച്ച് തനിക്ക് അടുത്തായിരുത്തി. നീ അവളെ പോയി കണ്ടോ? പിന്നെ ഇല്ല, നേരെ ഇങ്ങോട്ടാ വന്നത്. അവൻ മുഖം തുടച്ചുകൊണ്ട് പറഞ്ഞു. ഇനി അവളുടെ കാര്യത്തിൽ എന്താ നിന്റെ തീരുമാനം? ലക്ഷ്മി അമ്മ ചോദിച്ചു. എനിക്കിനി അവളെ വേണ്ട. അതുപോലൊരു വിഷയത്തിനെ ചുമക്കാൻ എനിക്കിനി വയ്യ. അവൻ ദേഷിച്ചു. വിവാഹം കഴിഞ്ഞിട്ട് 2 മാസം പോലും ആയില്ലടാ. ഡിവോഴ്സ് നടക്കില്ലെന്നോർത്ത് ലക്ഷ്മി അമ്മ പറഞ്ഞു. ഒരമ്മയും മകൻ്റെ ഡിവോഴ്സ് നടത്താൻ ഒത്താശ നിൽക്കില്ല. പക്ഷേ മീരയോട് ചെയ്തു കൂട്ടിയതൊക്കെ കേൾക്കുമ്പോൾ പേടിയാവുന്നു. നാളെ നീയൊരു തടസ്സമാണെന്ന് തോന്നിയ നിന്നോട് ഇതിനപ്പുറാവില്ലേ ചെയ്യുക? ആകെയുള്ള മകനെ നഷ്ടപ്പെടുമോ എന്ന ഭയം അവരെ കീഴ്പ്പെടുത്തി. അമ്മ പേടിക്കണ്ട, ഈ ശ്രീരാഗൻ്റെ ജീവിതത്തിൽ ഇനി അവളില്ല. എന്നൊരു വിഡ്ഢിയാക്കി ആഘോഷിച്ചതല്ലേ തന്തയും മോളും. കൊടുക്കുന്നുണ്ട് ഞാൻ അവർക്ക്. അവൻ്റെ കൈമുഷി ചുരുന്നു. അതൊക്കെ പിന്നെ കൊടുക്കാം, നീ ആദ്യം പോയി കുളിക്ക്. എന്ത് കോലാളായത്, ഭ്രാന്തനെ പോലെ. ചെല്, പോയി കുളിക്കടാ. ലക്ഷ്മി അമ്മ നിർബന്ധിച്ചതും അവൻ മുഖം അമർത്തി തുടച്ച് അവിടുന്ന് എഴുന്നേറ്റ് പോയി. എന്താ ആലോചിക്കുന്നേ? ബാൽക്കണിയിൽ സിംഗിലിരുന്ന് കാര്യമായി ചിന്തിക്കുന്ന രാജനെ കണ്ട് ഭാര്യ അരുണിമ ചോദിച്ചു. ഒന്നുമില്ലടോ, ഞാൻ ആ ശ്രീരാഗിനെ പറ്റി ഇങ്ങനെ ഓർക്കുമായിരുന്നു. രാജ് പറഞ്ഞു. എന്ത് പറ്റി? അരുണിമ കൈവരിയിൽ ചാരി നിന്ന് ചോദിച്ചു. അല്ലടോ, ശ്രീക്ക് മീരൊരു സെക്കൻഡ് ചാൻസ് കൊടുക്കുവോ എന്ന് ആലോചിക്കുവാ. രാജ് ഒന്ന് നേരെ ഇരുന്നു കൊണ്ട് പറഞ്ഞു. അങ്ങനെ മീനൊരു സെക്കൻഡ് ചാൻസ് കൊടുക്കുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടോയെന്ന് ചോദിച്ചാ രാജൊന്ന് ചിന്തിച്ചു.
മീരയെ കുറേ വേദനിപ്പിച്ചു. അത് ശരിയാണ്. അതൊഴിച്ചാ ശ്രീ ഒരു തെറ്റും ചെയ്തിട്ടില്ലടോ. അവൻ്റെ പ്രണയം സത്യമായിരുന്നില്ലേ? യാതൊരു കളങ്കവും ഇല്ലാതെയാ അവൻ സ്നേഹിച്ചതും. ആ സ്നേഹം അവൻ കണ്ടെത്തിയത് തെറ്റായിടത്തല്ലേ? അതറിഞ്ഞിട്ടും മീര അനിയത്തിക്ക് വേണ്ടി മൗനം പാലിച്ചു. നിങ്ങൾ എന്തൊക്കെ കഥകൾ പറഞ്ഞാലും ഒന്നവൾ ഓർക്കണമായിരുന്നു. ശ്രീക്ക് സത്യം അറിയില്ല. അവൻ ചതിക്കപ്പെടുകയാണെന്ന് അവൾക്കും അറിയാവുന്നതല്ലേ? നീളയും അച്ഛനും പറഞ്ഞതൊക്കെ വെള്ളം തൊടാതെ വിഴുങ്ങിയതാ ശ്രീക്ക് പറ്റിയ തെറ്റ്. നീളയും ശ്രീയും ഒരുപാട് അടുത്ത് പോയെന്ന് മീരയും തെറ്റിദ്ധരിക്കപ്പെട്ടില്ലേ? അവൻ ആട്ടി അകേറ്റിയപ്പോൾ ഒരിക്കൽ പോലും അവൾ തുറന്ന് സംസാരിക്കാൻ ശ്രമിച്ചതുമില്ല. ഞാൻ നോക്കുമ്പോൾ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്. പരസ്പരം ഒരുപാട് പ്രണയിച്ചവരാണ് രണ്ടാളും. ആ പ്രണയം കാരണം ഒരുപാട് വേദനിച്ചവരുമാണ്. ആ പ്രണയം തന്നെ അവർക്ക് മരുന്നാകുമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ചിന്തിച്ചുകൂടാ? രാജ ചോദിച്ചു.